പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സ്കൂളിൽ നിന്നും തിരിച്ചു വന്നയിടം വന്നിരുന്നാണ് ആദ്യം അവൻ അറിയാം. ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. മനസ്സിൽ നിറയെ ആകുലതകളാണ്. ആ മുഖം പതിവിലേറെ വാടിപ്പോയിരിക്കുന്നു. ആദി ഡാ. കുറച്ചു നേരമായിട്ടൊന്നും മിണ്ടാതിരിക്കുന്നവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സഞ്ജു വിളിച്ചു. തിരിഞ്ഞു നോക്കാതെ കനപ്പിച്ചൊരു മൂളലാണ് ഉത്തരമായി കിട്ടിയത്. നീ ഇത്രയും ടെൻഷനാകാൻ വേണ്ടിയൊന്നുമില്ലടാ. നീ മനഃപൂർവ്വമല്ലെന്ന് എനിക്കറിയാം. സഞ്ജു പറഞ്ഞു കേട്ടതും ഒരു നെടുവീർപ്പോടെ ആദ്യം അവനെയും നോക്കി. മുത്തശ്ശനെ തറയുന്ന നിമിഷത്തെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ സഞ്ജു. ആ വേവലാതി അവന്റെ വാക്കുകളിലുമുണ്ട്. മാഷറിഞ്ഞ സീനാവും, ആ കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് അവളൊരു സ്ത്രീ ആയതുകൊണ്ട്. കാരണം സ്ത്രീകൾ അങ്ങേറ്റം ബഹുമാനിക്കണമെന്ന് മാഷേനെ നമ്മളോട് പലവട്ടം പറഞ്ഞെന്ന് ഓർക്കുന്നില്ലേ നീ? സഞ്ജു ആദിയെ നോക്കി. ഇനി എന്ത് ചെയ്യൂടാ? ആദി കൈകൾ കൊണ്ട് തലതായി കുനിഞ്ഞിരുന്നു. പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? അവന്റെ ഇരിപ്പ് കണ്ട് സഞ്ജുവിനും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടടാ. പക്ഷെ പറ്റുന്നില്ല. ഞാൻ തോറ്റുപോവാ. ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ദേഷ്യം വരുവാടാ. മുഖമുയർത്തി നോക്കാതെ പതിഞ്ഞ സ്വരത്തിൽ ആദി പറഞ്ഞു. അവന്റെ നിസ്സഹായതയാണ് ആ പറയുന്നതെന്ന് സഞ്ജുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എവിടെ എത്തിയാലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് സന്തോഷിച്ചുകൊണ്ടാ ഞാൻ ലണ്ടനിൽ നിന്നും വന്ന്. അവിടെ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഓരോ ദിവസവും ഞാൻ അത് തന്നെയാണ് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്ന ശ്വാസം മുട്ടിക്കുക. എന്താവോ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ. അങ്ങേയറ്റ ആത്മനിന്ദയോടെ അവന്റെ മുഖം കൂടുതൽ കുനിഞ്ഞുപോയി. പ്ലീസ് ദീപേട്ട, ഇങ്ങനെയൊന്നും പറയില്ലേ. എനിക്കിത് സഹിക്കാൻ വയ്യ. വല്ലാണ്ട് വേദനിക്കുന്നു. മാളവികയുടെ തേങ്ങിക്കരച്ചിൽ ആ ഒറ്റമുറിയുടെ ഫ്ലാറ്റിൽ ചുറ്റിക്കറങ്ങി. അവൾക്ക് മുന്നിൽ കഴുകിനെ പോലെ ചുവന്നു പോയ കണ്ണോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ ഭർത്താവ് ദീപു. വിവാഹ ദിവസം 2 വർഷത്തെ തന്റെ പ്രണയത്തെ വിശ്വസിച്ച് തനിക്കായി അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് അതുവരെയും ജീവിച്ച യഥാർത്ഥ സ്വർഗം ഉപേക്ഷിച്ചു പോന്നവൾ അവന്റെ കാൽ കീഴിലെ നരകത്തിലിരുന്ന് വീണ്ടും വീണ്ടും കെഞ്ചി കരയുന്നുണ്ട്. ഒരക്ഷരം മിണ്ടാ തുറിച്ചു നോക്കിയിരിക്കുന്നവന്റെ കല്ലീച്ച ഭാവം. അതിലേക്ക് നോക്കുമ്പോൾ അവൾക്കുള്ളം കിടുങ്ങിപ്പോകുന്നുണ്ട്. ഇനി അരങ്ങേറുന്ന കലാപരിപാടികളെ ഓർത്ത് അവളുടെ വിരൽ തുമ്പ് പോലും വിറകൊള്ളുന്നു. എനിക്ക് അവന്റെ നോട്ടം പോലും പേടിയ ദീപേട്ട. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. അവന്റെ ഉദ്ദേശം വേറെയാ, ചീത്തയാ, എനിക്കറിയാം. മാളവിക ഏങ്ങലടിയോടെ ദീപുവിനെ നോക്കി. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കൊന്ന് സഹകരിച്ചു കൊടുത്താൽ എന്താ? ഈ മുംബൈ നഗരത്തിൽ ജീവിച്ചു മാത്രം എളുപ്പമല്ലെന്ന് ഈ ഒറ്റക്കൊല്ലോട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ മാത്രം പട്ടിപ്പണിയെടുത്തോണ്ട് നിന്നെ പോറ്റുമെന്ന് പൊന്നുമോള് വെറുതെ ആശിക്കണ്ട. ദീപുവിന്റെ പരിക്കൻ സ്വരം. മാളവിക വിറയലോട് അവനെ നോക്കി. കുറെ ദിവസമായി അവൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഉടമയുടെ മനഃപൂർവ്വമുള്ള തൊട്ടുനോട്ടങ്ങളെക്കുറിച്ച് അനേകം തവണ അവൾ പറഞ്ഞിട്ടു. ഇത് മനസ്സിൽ വെച്ചിട്ടായിരുന്നു ദീപുവേട്ടൻ മിണ്ടാതെ നിന്നിരുന്നു. മാളുവിന്റെ ശ്വാസം നിലച്ച പോലെയായിരുന്നു ആ നിമിഷം. പ്രാണനെ പോലെ സ്നേഹിച്ചവന്റെയാണ് ആ പ്രലോഭനം. പ്രണയിച്ചു നടന്ന കാലത്ത് തന്നെ ഒരാൾ നോക്കുന്ന പോലും സഹിക്കാൻ വയ്യാതെ കണ്ണു നിറച്ചവൻ ഇന്ന് സ്വമനസാലെ. മാളവിക ജീവനോടെ എരിഞ്ഞു കത്തി. എടി, നീ ഇങ്ങനെ പതിവ്രത ചമഞ്ഞ് നടന്നിട്ടെന്തിനാ? കുഴപ്പമില്ലാന്ന് ഞാൻ തന്നെ പറയുമ്പോൾ നിനക്കെന്തിനാ പേടി? ദീപു നയത്തിൽ അവളുടെ അരിയിലേക്കിരുന്നു. വെട്ടിവിറക്കുന്ന അവളുടെ ദേഹം വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അവൻ ഞെരിച്ച് പിടിച്ചു. ഇതിപ്പോ എനിക്ക് മടുത്തു. എന്നും ഇങ്ങനെ ഈ ദാരിദ്ര്യത്തിൽ മുങ്ങി കിടന്നാൽ മതിയോ? നമുക്ക് ജീവിക്കണ്ടേ? 4 കാശുണ്ടാക്കി നിന്റെ തന്നെ വീട്ടുകാർക്ക് മുമ്പിൽ പോയിട്ട് തല ഉയർത്തി നിൽക്കണ്ടേ? അവൻ ആവേശത്തിൽ അവളെ നോക്കി. അവന്റെ ചോര ചുവപ്പ് പടർന്നിറങ്ങിയ കണ്ണുകളിൽ തന്റെ പഴയ പ്രാണനാഥനെ വെറുതെ ഒന്ന് തിരയാൻ ശ്രമിച്ചു നോക്കി മാളവിക. അത് പക്ഷെ തന്റെ കൂടെ കൂട്ടിയതിനു ശേഷം ഒരുപാടൊന്നും കണ്ടിട്ടില്ല എന്ന് അവൾ ഓർത്തു. മുംബൈയിലേക്കാണ് ദീപുവിനൊപ്പം അന്ന് എത്തിപ്പെട്ടത്. അവൻ കൂടെയുണ്ടെങ്കിൽ ഏത് നരകത്തിലും ജീവിക്കുമെന്ന് വീമ്പ് പറഞ്ഞ് ദൈവാക്ഷരം പ്രതി സമ്മതിച്ചെന്ന പോലെ പോകെ മുന്നോട്ടുള്ള ഓരോ ദിവസവും നരകത്തിൽ എന്ന പോലെ ജീവിതത്തിൽ സങ്കീർണതയായിരുന്നു. ദീപുവിന് തന്നെയുള്ള ആവേശം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോയെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിരുന്നു. 1 മാസത്തോളം കഴിയാനുള്ള മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നു. അത് തന്നെ തന്റെ ആഭരണങ്ങൾ വിറ്റ് കൂടി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് നിർബന്ധിച്ചു പറഞ്ഞിട്ടാണ് ദീപു അവിടെ ഒരു ചെറിയ കമ്പനിയിൽ ജോലി കയറിയത്. അവിടെ എത്തിയത് മുതൽ അവൻ തീർത്തും പുതിയൊരാളായി മാറുകയായിരുന്നു. ഒറ്റ ദിവസം പോലും ലീവ് എടുക്കാത്ത കഠിനാധ്വാനിയായ ദീപു അവനിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ. കിട്ടുന്നതൊന്നും തികഞ്ഞിരുന്നില്ല. മനസ്സുമടുപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രം മുന്നിൽ നീണ്ടു നിവർന്ന് കിടന്നപ്പോഴാണ് വീടിനെ കുറിച്ചും ഒരു കുറവ് പോലും അറിയിക്കാതെ വളർത്തിയ അച്ഛനെ കുറിച്ചും ആ സ്നേഹനിധിയായ അച്ഛനോട് ചെയ്തു പോയ അനീതിയെക്കുറിച്ചും എല്ലാം ഓർത്തത്. അന്നു മുതൽ കുറ്റബോധം കൂടി കൂട്ടിനുണ്ടായിരുന്നു. തോറ്റുകൊണ്ട് വീട്ടിലേക്ക് അയറി ചെല്ലുന്നതിന് മരണത്തോളം പേടിച്ചു. ദീപുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂട്ടില്ലെന്ന് തോന്നിയിട്ടാണ് അവന്റെ സമ്മതത്തോടെ തന്നെ മാളുവും ജോലിക്കിറങ്ങിയത്. പക്ഷേ വിചാരിച്ച പോലെയല്ല അവൾക്ക് അവിടെ നിന്നുള്ള അനുഭവങ്ങൾ. ഇതിനിടയിൽ ദീപു പുതിയ കുറച്ച് കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ട് തീർത്തും പുതിയ ഒരാളായി പോയെന്നുള്ളതാണ് മാളുവിന്റെ ഏറ്റവും വലിയ സങ്കടം. കള്ളു മണക്കുന്ന പേടിപ്പെടുത്തുന്ന രാത്രിയിൽ അവൾ എത്ര കരഞ്ഞാലും അതെല്ലാം അവനിൽ കൂടുതൽ ഹരമായിരുന്നു, ലഹരിയായിരുന്നു.
അതിനിടയിൽ കൂടിയാണ് ഈ വെളിപ്പെടുത്തൽ കൂടി. മറ്റൊരാൾക്ക് കൂടി വഴങ്ങിക്കൊടുക്കണമെന്ന് തന്റെ മുഖത്ത് നോക്കി പറയാൻ മാത്രം അത്തപ്പതിച്ചു പോയിരുന്നവൻ അതവളെ മരിച്ചതിന് തുല്യമാക്കി. മാറ്റിയതറിയാതെ ആ ശവത്തിന്റെ ചൂട് തിരയുന്ന തിരക്കിലായിരുന്നു അവളുടെ പ്രിയപ്പെട്ട ദീപുവേട്ടൻ. അപ്പോഴും കൃഷ്ണപ്രിയ എന്നുള്ള പേരെന്താ ബോംബ് വല്ലതുമാണോ? അന്നത്തെ രാത്രി ഉറങ്ങാൻ കിടക്കോളം പ്രിയ ഓർത്ത് അത് തന്നെയായിരുന്നു. കൃഷ്ണപ്രിയ എന്ന താൻ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ നേർക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന ആദിയുടെ മുഖത്തെ പതർച്ചയും ഭാവമാറ്റങ്ങളുമാണ് അന്നേരം വരെ അവൾ മനസ്സിലിട്ട് ചികഞ്ഞുകൊണ്ടിരുന്നു. എന്തായിരിക്കും അതിന് കാരണം? എന്തിനായിരിക്കും അവൻ തന്നോട് പേര് ചോദിച്ചത്? ആ പേര് കേട്ട മാത്രയിൽ തന്നെ അവൻ ഞെട്ടിത്തരിച്ചു പോയത് എന്തുകൊണ്ടായിരിക്കും? ആദിയുടെ മുറിയിൽ നിന്നിറങ്ങി വന്ന നിമിഷം മുതൽ അവളെ ഒരുപാട് ചോദ്യങ്ങൾ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരങ്ങളില്ലായിരുന്നുവെങ്കിലും ആദിയുടെ മുഖത്ത് കണ്ട പതർച്ച അവളുടെ മനസ്സിൽ അപ്പോഴും കല്ലിച്ച് കിടന്നു. അന്നത്തെ ദിവസം മുഴുവനും ഇനി ഇത് പുതിയൊരടിക്കുള്ള വകുപ്പാവുമോ ദൈവമേ? ആ മത്തങ്ങാമോന്റെ കാര്യമായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ചു പറയാനും വയ്യ. അടിയുണ്ടാക്കാനായിട്ടൊരു കാരണം തിരഞ്ഞെടുക്കുന്നതിന് വീണ് കിട്ടിയൊരു അവസരമായിരിക്കും ഇനി ഇതും. മാധവ മാഷ് തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. എപ്പോഴത്തെയും പോലെ അവൾക്ക് അത് തന്നെയാണ് മനസ്സിലേക്ക് വന്നു അവൾ ഏറെ കൊതിച്ചത്. അന്നായിരുന്നു രാജീവിന്റെ വീട് കാണാൻ നീതുവിന്റെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് അറിയിച്ച ദിവസം. ചാരുവിനെയും പിള്ളേരെയും വൈകുന്നേരം തന്നെ കൊണ്ടുവന്നിട്ടിട്ട് അഭിലാഷി രാവിലെയാണ് അങ്ങോട്ട് എത്തിയത്. അവരെത്തിയതോടെ വീടിനൊരു അനക്കം വെച്ച് തുടങ്ങിയിരുന്നു. രാജീവ് വന്ന് ലീവ് എടുത്തു. ഇന്ദു ഓഫീസിൽ പോകുമെന്ന് ജയശ്രീയും രാജീവ് വേറെ ആശങ്കയോടെയാണ് നോക്കിയിരുന്നത്. കടുപ്പിച്ചുകൊണ്ട് അവളോട് പോവേണ്ടെന്ന് പറഞ്ഞാൽ വരുന്നവരോട് അവളിങ്ങനെ പെരുമാറുമെന്നും അവർക്കുള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷെ അവൾ ലീവാണെന്നറിഞ്ഞതും അമ്മയ്ക്ക് മോനും അല്പം ആശ്വാസം തോന്നി. എന്നാലും അവളെങ്ങനെ അവരെ സ്വീകരിക്കുമെന്നുള്ള ആശങ്ക അപ്പോഴും അവർക്കുള്ളിൽ മറിഞ്ഞിരുന്നു പേടിപ്പിച്ചു. നീതുവിന്റെ വീട്ടുകാർ ഇങ്ങോട്ടുള്ള ആദ്യത്തെ വരവാണ്. പരമാവധി അത് നല്ല രീതിയിലായിരിക്കണമെന്ന് രാജീവിനേക്കാൾ നിർബന്ധം ജയശ്രീക്കായിരുന്നു. നീതുവിന്റെ വീട്ടുകാരേക്കാൾ ഒന്നിനും വേണ്ടി താഴ്ന്നു നിൽക്കുന്നില്ലെന്ന് ജയശ്രീ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ തീരുമാനങ്ങളും അവർ അമ്മയും മകനും മാത്രമാണ് എടുത്തത്. ഒരഭിപ്രായം പോലും രാധാകൃഷ്ണനോട് ചോദിക്കുകയോ അയാൾ എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. മൂകസാക്ഷിയായി നിന്നിരുന്ന രാധാകൃഷ്ണന്റെ ഉള്ളിലെ വേദനയെ ഇന്ദു മാത്രമാണ് തിരിച്ചറിഞ്ഞത്. നീതുവിന്റെ വീട്ടിൽ നിന്ന് 3 വണ്ടിയിൽ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരോടൊപ്പം നീതു കൂടി ഉണ്ടായിരിക്കുമെന്ന് അവരമ്മയും മകനും ചിന്തിച്ച പോലുമില്ല. കെട്ടിക്കയറി വരുന്ന അവൾക്കാണ് ആരെങ്കിലും വന്ന് വീട് കണ്ടു പോകുന്നതിനേക്കാൾ ആ വീട് കാണാനും പരിസരം അറിയാനുമുള്ള ഏറ്റവും വലിയ യോഗ്യത എന്നറിഞ്ഞിട്ടും ജയശ്രീ അവളുടെ പ്രവൃത്തിയിലെ കുറ്റം മാത്രമാണ് കണ്ടത്. അവർക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞതുമില്ല. രാജീവിന് അമ്മയുടെ മുഖത്തുള്ള കല്ലിപ്പ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം അംഗീകരിക്കാനുള്ള ഹൃദയവിശാലതയൊന്നും അവനുമില്ല. കല്യാണ ദിവസം മാത്രം മതി പെണ്ണ് വീട് കാണുന്നതും വീട്ടുകാരെ കുറിച്ച് അറിയുന്നുമില്ലാമെന്നുള്ള പഴഞ്ചൻ സിദ്ധാന്തമായിരുന്നു അമ്മയുടെയും മകന്റെ ഇടുങ്ങിയ ചിന്തയപ്പോഴും. നീതുവിന്റെ അച്ഛനും അമ്മയും എല്ലാ കാര്യത്തിലും അവളോട് അഭിപ്രായം ചോദിക്കുന്നു. അവൾക്കുള്ളിൽ തോന്നിയത് അത്രയും പേരുടെ മുമ്പിൽ വെച്ചവൾ യാതൊരു സങ്കോചവും കൂടാതെ ചിരിയോടെ പറഞ്ഞതുമില്ല. ജയശ്രീ അല്പം വീർത്ത് കിട്ടിയ മുഖത്തോടെയാണ് വീക്ഷിക്കുന്നത്. മോള് ചെന്ന് വീടിന്റെ അകത്തെല്ലാം കണ്ടിട്ട് വരൂ. രാജീവ് ഒന്നുകൂടി ചെന്നിട്ട് മോൾക്ക് കാണിച്ചു കൊടുക്കുക. സൗമ്യമായിട്ടാണ് നീതുവിന്റെ അച്ഛൻ രാജശേഖർ പറഞ്ഞതെങ്കിലും അതൊരു ആജ്ഞ പോലെയാണ് ജയശ്രീക്ക് തോന്നിയത്. പക്ഷേ നിറഞ്ഞ ചിരിയോടെ നീതുവിനൊപ്പം അകത്തേക്ക് കിടക്കുന്ന രാജീവിന് നേരെ നോക്കിയതല്ലാതെ ജയശ്രീ ഒന്നും പറഞ്ഞതുമില്ല. വളരെ പതിയാണ് ആദ്യം ഓടുന്നത്. തലേന്ന് ഉറങ്ങാൻ കിടന്ന നിമിഷം തന്നെ അവൻ ഉറപ്പിച്ചു വെച്ചതാണ് മുടങ്ങിക്കിടന്നിരുന്ന ജോഗിങ് വീണ് തുടരണമെന്നുള്ളത്. ശീലങ്ങളെല്ലാം താളം പിഴച്ചു പോയിരിക്കുന്നു തന്റെ മനസ്സ് പോലെ. സഞ്ജു എപ്പോഴും പറയുന്ന പോലെ ശീലങ്ങളിലല്ല സ്വഭാവത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വായിൽ തോന്നിയ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് ഒടുവിൽ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന നിമിഷങ്ങളിലെല്ലാം തോന്നാറുള്ളതാണ്. ഇനി ദേഷ്യം വരുമ്പോൾ ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമെന്നുള്ളത് ഇന്നലെ വരെയും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് അതിനായി താൻ ശ്രമിച്ചേ പറ്റൂ. മുത്തശ്ശൻ പറഞ്ഞു തരാറുള്ള പോലെ വിദ്യ പറഞ്ഞു കൊടുക്കുന്നിടം പവിത്രമാണ്. നമ്മൾ ഒരിക്കലും അത് മലിനമാക്കരുതെന്ന്. അവിടെ ഇരിക്കുന്നിടത്തോളം തനിക്കും അത് ബാധകമാണ്. വെയിൽ നാളങ്ങളെ സ്വീകരിക്കാൻ തിളങ്ങി നിൽക്കുന്ന വെളുപ്പാൻ കാലത്തിന്റെ മുഴുവൻ ഭംഗിയും പൂത്തൊളഞ്ഞു നിൽക്കുന്ന വഴികളിലൂടെ അതിനേക്കാൾ തെളിഞ്ഞ മനസ്സോടെയാണ് ആദ്യം ഓരോ ചുവടും മുന്നോട്ട് നീങ്ങിയത്. തിരികെ വീട്ടിലെത്തുമ്പോൾ മാധവ മാഷ് ഉമ്മർ തന്നെ പത്രം വായിച്ചിരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ് മുത്തച്ഛ. പടിപ്പുര കടന്നു ആദ്യ കൈ ഉയർത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഗുഡ് മോർണിംഗ്. കൈയുള്ള പത്രം മടക്കി മടിയിലേക്ക് വെച്ചുകൊണ്ട് മാഷ് അവനെ നോക്കി ചിരിച്ചു. ഹാഫ് കൈയുള്ള ഒരു വെളുത്ത ബനിയനും തുടയോളം മാത്രം വലുപ്പമുള്ള ബർമുടയുമാണ് അവന്റെ വേഷം. കഴുത്തിലെ കട്ടിയുള്ള മാലക്കൊപ്പം വിയർപ്പ് തുള്ളികളും തിളങ്ങുന്നു. എന്താണ് ശീലങ്ങളിലൊക്കെ ഒരു പുതുമ? മാഷ് മുന്നിലേക്ക് ആഞ്ഞിരുന്നുകൊണ്ട് അവനെ നോക്കി. ചുമ്മാ എല്ലാത്തിനും ഒരു അച്ചടക്കം വേണം തോന്നി. മാധവ മാഷി എന്ന കസേരയിൽ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും വേണമല്ലോ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൻ വെറും നിലത്തേക്ക് ഇരുന്നിട്ട് തൂണിലേക്ക് ചാരി. മാഷ് അവൻ പറയുന്ന കേട്ടത് ഉറക്കെ ചിരിച്ചു. ആദ്യം ഏറെ സന്തോഷത്തോടെയാണ് ആ മുഖത്തേക്ക് നോക്കിയത്. അത് നന്നായി. മാധവ മാഷിന്റെ പിൻഗാമിയാവ ഇപ്പോഴേ ഒരുങ്ങി തുടങ്ങിക്കോ. നീ വിജയിക്കുക ആദി, എനിക്ക് ഉറപ്പുണ്ട് മോനെ. മാഷിന്റെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ഇരുന്ന് പോയി. പക്ഷെ മുത്തച്ഛ, എൻ്റെ കോഴ്സ്, എൻ്റെ സ്വപ്നം, ഇതൊന്നുമല്ല എൻ്റെ സ്വപ്നം. മറ്റാർക്കറിയില്ലെങ്കിലും മുത്തച്ഛനറിയാലോ അത്. മാഷിന്റെ സന്തോഷം നിലച്ചു പോകുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആദിക്കത് ചോദിക്കാതിരിക്കാനായില്ല.
കാരണം മാഷിന്റെ ആഗ്രഹം പോലെ തനിക്കൊരിക്കലും തന്റെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും വിട്ടെറിഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ തുടരാൻ കഴിയില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. മാഷിനോട് അത് സൂചിപ്പിക്കാതിരുന്ന ഓരോ നിമിഷവും അദ്ദേഹം കൂടുതൽ സ്വപ്നം കാണും. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളെ ഇതിന്റെ പേരിൽ വളർത്തി വലുതാക്കുകയും ചെയ്യും. പിന്നീട് പെട്ടെന്നൊരു ദിവസം താൻ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകിറങ്ങി പോകുമ്പോൾ ആ മനസ്സ് ഒരുപാട് വേദനിക്കും. ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തൽ ആഗ്രഹിക്കുന്നതിന്റെ തീവ്രത കുറയ്ക്കാനെങ്കിലും ഉപകരിച്ചേക്കും. താൻ ഇറങ്ങിപ്പോവാണെന്ന് മാഷ അംഗീകരിക്കേണ്ടിയും വരും. അത് അപ്പോഴല്ലേ ആദി. തീർത്തു നിസ്സാരമായിട്ടാണ് മാഷ ആദിയുടെ ഓർമ്മപ്പെടുത്തലിനെ ചിരിച്ചു തള്ളിക്കളഞ്ഞത്. നിന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കടാ മോനെ. മാഷ അവനെ നോക്കി ചിരിയോടെ തന്നെ പറഞ്ഞു. ആദിക്ക് പിന്നെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. മുത്തച്ഛൻ എന്തു മുതലാ അങ്ങോട്ട് പോരുന്നു? മാഷിന്റെ മടിയിൽ നിന്നും പത്രമെടുത്ത് നിർത്തിക്കൊണ്ട് ആദി ചോദിച്ചു. സത്യത്തിൽ രണ്ടു ഉദ്ദേശമുണ്ടായിരുന്നു അവൻ ആ ചോദ്യത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത്. ഇന്നോ നാളെയോ മാഷ് സ്കൂളിലെത്തിയാൽ പ്രിയല അദ്ദേഹത്തോട് പറയാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ ഒന്ന് മാഷിന്റെ തണുപ്പൻ ഭാവം കാണുമ്പോൾ ഇനി അങ്ങോട്ട് വരുന്നില്ലേ എന്ന് പോലും തോന്നും. അതിലൊരു തീർച്ച വരുത്തണമായിരുന്നു. ഈ ആഴ്ച എന്തായാലും കഴിയട്ടെ മോനെ, അടുത്ത ആഴ്ച മുതൽ നോക്കാം. അപ്പോഴും വലിയൊരു താല്പര്യമൊന്നുമില്ലാതെയാണ് ആളത് പറയുന്നതെന്ന് ആദിക്ക് തോന്നി. പക്ഷെ അവനൊന്നും പറയാതെ വീണ്ടും പത്രത്താളുകളിലേക്ക് നോട്ടം മാറ്റി. ആദി, മാഷി വീണ്ടും വിളിക്കുമ്പോൾ അവനയാളെ നോക്കാതെ തന്നെ ഒന്ന് മൂളി. നീ ഇന്നലെ പ്രിയെ കണ്ടായിരുന്നോ? ഒറ്റ ചോദ്യം. ഞൊടിയിട കൊണ്ട് അവന്റെ കൈകൾ വിറച്ചു. മാഷിനെ നോക്കി. ഇന്നലെ നീ പുറത്തുപോയി വന്നിവിടെ കയറി കിടന്നുറങ്ങിയല്ലോ, അതുകൊണ്ട് അത് ചോദിക്കാനും പറ്റിയില്ല. മാഷി ചിരിയോടെ അവനെ നോക്കി. ആദിയുടെ നെഞ്ചിരിപ്പ് വളരെ കൂടിയിരുന്നു. കണ്ടായിരുന്നോടാ? അവളെന്നെ അന്വേഷിച്ചോ? ഉത്തരം പ്രതീക്ഷിക്കുന്ന പോലെ ചോദ്യം. ആദി കൂടുതൽ വിറച്ചു. ചിറ്റടുത്ത ചന്ദ്രദാസിന് 3 പെൺമക്കൾ: പത്മജ, മാളവിക, കൃഷ്ണപ്രിയ. അന്ന് സ്കൂളിലെത്തിയത് മുതൽ മനസ്സിനെ വരുതിയിലൊതുക്കാൻ ആദി അതിതീവ്രമായി തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാധവൻ മാഷിന്റെ ചോദ്യവും അതിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു പിടിച്ച പ്രതീക്ഷയും അവനുള്ളം വല്ലാതെ നോവിച്ചു. നീ അങ്ങോട്ട് പോയി കണ്ടില്ലേലും നീ എന്റെ കൊച്ചുമോളാണെന്ന് പ്രിയ അറിഞ്ഞാണല്ലോ. എന്നിട്ടും അവൾ എന്നെ അന്വേഷിച്ചു വന്നില്ലേ നിന്റെ അരികിലേക്ക്? ശോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുട്ടിയാ അവള്. എനിക്ക് വയ്യെന്ന് കേട്ടിട്ട് അത്രയും ദൂരം ഒറ്റയ്ക്ക് ആശുപത്രി പോലും വന്നിട്ടുണ്ട്. പിന്നെന്താവാ ആ കുട്ടിക്ക് പറ്റിയത്? ചുളിഞ്ഞ മുഖത്തോടെയുള്ള മാഷിന്റെ ന്യായമായ സംശയങ്ങൾ. അവളെ കണ്ടില്ലെന്ന് പറയാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു പോയിരുന്ന ആ മുന്നിലിരിക്കുമ്പോൾ സഞ്ജു പറഞ്ഞ പോലെ ഉള്ളതെല്ലാം മുത്തച്ഛന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് മനസ്സിന്റെ ഭാരമൊന്ന് ഇറക്കി വെക്കാനുള്ള അപൂർവ അവസരമാണ് നഷ്ടപ്പെട്ടത്. നുണ പറയുന്നതും അത് പറയുന്നവരെയും മാധവ മാഷ് എന്ന വ്യക്തി എത്രമാത്രം വെറുക്കുന്നു എന്നറിയാവുന്നതുകൊണ്ട് പിന്നെ സംഭവിച്ചു പോയത് ആ മുന്നിൽ കുടഞ്ഞിടാനുള്ള ധൈര്യവും പോരായിരുന്നു. നീ ഇനി സ്കൂളിൽ ചെന്നിട്ട് അനാവശ്യമായിട്ട് ജാടയിടുന്നുണ്ടോടാ മോനെ? ആർക്കും മുന്നിലേക്ക് ഒരാളെ ധൈര്യമില്ലാത്ത പോലെ. മാഷ് അത് കളിയായിട്ടാണ് ചോദിച്ചതെന്ന് ആദിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അതിനുള്ളിലും പ്രിയയോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയതാ മുത്തച്ഛ, ഓരോരോ തിരക്കിപ്പെട്ടു പോയിട്ട്. പക്ഷെ ഇന്നിനി എത്ര തിരക്കായാലും മുത്തച്ഛന്റെ പ്രിയെ കണ്ടിട്ടേ ഇങ്ങോട്ട് വരൂ. ആദി കുറ്റബോധം നിറഞ്ഞ മനസ്സിനെ മാഷി കാണാതെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടൊരു ചിരിയോടെയാണത് പറഞ്ഞത്. അതല്ലടാ, നിനക്ക് തിരക്കായാലും പ്രിയ നിന്റെ അടുത്തേക്ക് വരേണ്ടതാണല്ലോ. ഞാൻ അതാ ഓർക്കുന്നത്. മാഷി വീണ്ടും പറഞ്ഞോടെ പിന്നെ അവിടെ ഇരിക്കാൻ വയ്യെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോരുകയായിരുന്നു. കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ചായ കുടിച്ച് പോരുവോളം മാഷിനെ നോക്കുമ്പോൾ വല്ലാത്തൊരു വേദന. അതെന്തിനെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരമില്ലെങ്കിലും നന്നായിട്ട് നോവുന്നുണ്ടായിരുന്നു അവന്. വരുന്നില്ലേ മോനെ, സമയായി. വാതിൽ തുറന്നുകൊണ്ട് മണിയേട്ടൻ കയറി വന്ന് പറഞ്ഞതും ആദി ചിന്തകളിൽ നിന്നും പുറത്തു കിടന്നു. അന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദി വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ളത്. തനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നറിയണമെങ്കിൽ ആദ്യം പരസ്പരം അറിയുകയും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണമെന്ന് ആദിക്ക് തോന്നിയതുകൊണ്ടാണ് അവനെ അങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. മാഷിനോട് നിർദ്ദേശം ചോദിച്ച് സമ്മതം വാങ്ങിക്കാൻ അവൻ മറന്നിട്ടില്ല. എല്ലാവരും എത്തിയ മണിയേട്ടാ? മുന്നിലെ ഫയലടിച്ചുകൊണ്ട് ആദ്യം എഴുന്നേറ്റു. ഏറെക്കുറെ എല്ലാവരും എത്തി. 10 മണിക്കല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പേര് കൂടി വരാം. അവരെത്തിക്കോളൂ, നമുക്ക് തുടങ്ങാം. മണിയേട്ടൻ പറഞ്ഞു. ഓക്കെ, നടന്നോളൂ, ഞാൻ വന്നോളാം. ആദ്യം പറഞ്ഞോടെ മണിയേട്ടൻ തലയാട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി. ഇതാണ് രാജീവിന്റെ റൂം? അത് ചോദിച്ചുകൊണ്ടാണ് നീതു മുറിയിലേക്ക് കയറിയത്. അതെ. അവൾക്ക് പിറകെ അകത്തേക്ക് കയറുന്നതിനിടെ രാജീവ് ചിരിയോടെ പറഞ്ഞു. ഇനി മുതൽ നമ്മുടെ റൂം. മുറിയിലാകമാനം കണ്ണോടിച്ച് നിൽക്കുന്ന നീതുവിനെ നോക്കി രാജീവ് പറഞ്ഞു. നേരത്തെ ഒരു ചിരിയോടെ അവൾ അവനെ നോക്കി കണ്ണി ചിമ്മി കാണിച്ചു. തനിക്ക് വീടൊക്കെ ഇഷ്ടമായോ? ജനലരികിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കുന്ന നീതുവിനെ നോക്കി രാജീവ് വീണ്ടും ചോദിച്ചു. യാ, കൊള്ളാം, എനിക്കിഷ്ടമായി. ചിരിയോടെ നീതുവിന്റെ പറച്ചിൽ കേട്ടതും അവനൊരു സമാധാനം തോന്നി. കാരണം നീതുവിന്റെ വീടിന്റെ അത്രയും വലിപ്പമൊന്നും തന്റെ വീടിനില്ലെന്ന് അവനും അറിയാം. എന്തായാലും അവൾക്ക് ഇഷ്ടമായെന്ന് കേട്ടല്ലോ. എല്ലാത്തിനും മകളുടെ അഭിപ്രായം ചോദിക്കുന്ന അവളുടെ അച്ഛനും ഇനി വീടിന്റെ കാര്യത്തിൽ ഉടക്ക് പറയാൻ സാധ്യതയില്ലെന്ന് അവൻ ഉറപ്പിച്ചു. ആക്ച്വലി ഈ വീടിന്റെ പ്ലാൻ വളരെ മുന്നേ ഉള്ളതാണ്. അച്ഛൻ ഗൾഫിലുണ്ടായിരുന്ന ടൈമിലാണ് ഈ വീട് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. ഇതൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് പുതിയൊരു പ്ലാനിൽ കൂടുതൽ സൗകര്യത്തിൽ വലിയൊരു വീട് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അച്ഛൻ ഗൾഫിൽ നിന്ന് എക്സിറ്റ് ആയിട്ടാണ് തിരികെ വന്നത്. അതോടെ അത് നടന്നില്ല.
രാജീവ് കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് നീതുവിനെ നോക്കി. ആഹാ, അത് കൊള്ളാലോ. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ വീടിനെ അങ്ങനെ ഇടിച്ചു പൊളിച്ച് കളയാനുള്ള കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല രാജീവ്. നീതുവിന്റെ പറച്ചിൽ കേട്ടത് അവന്റെ മുഖം വിളറി. അവൾക്ക് മുന്നിൽ നിന്ന് ആളാൻ വേണ്ടി തള്ളി മറിച്ചതാണ്. അതിനുമപ്പുറം അവളുടെ പേരെടുത്തുള്ള വിളി അത് അവനിൽ വല്ലാത്തൊരു അരോചകം സൃഷ്ടിച്ചു. സങ്കല്പങ്ങളിലേക്ക് ഇവളിൽ നിന്ന് വല്ലാത്ത ദൂരമുള്ള പോലെ. സാരമില്ല, വിളിയൊക്കെ സാവധാനം മാറ്റിയെടുപ്പിക്കാവുന്ന കേസാണ്. അതൊന്നും അത്ര വലിയ പ്രശ്നമില്ലെന്ന് തോന്നുമ്പോഴും അമ്മ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് അവന്റെ ഹൃദയം ഓർമ്മിപ്പിച്ചു. അതല്ലടോ, എന്റെ സ്വപ്നത്തിലെ വീട് ഇങ്ങനെയൊന്നുമല്ല. ഇതൊരു മതി പഴഞ്ചൻ പ്ലാനല്ലേ. ഞാൻ ഉദ്ദേശിച്ച് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള വീടൊക്കെയാ. രാജീവ് ചിരിയോടെ പറഞ്ഞു. ഓ അങ്ങനെ. പക്ഷെ രാജീവിന്റെ സ്വപ്നം പോലെ ഒരു വീട് വെക്കണമെങ്കിൽ എന്തിനാ അച്ഛൻ എക്സിറ്റ് പോകുന്നതോടെ അത് ഉപേക്ഷിച്ചു കളഞ്ഞ്? നമ്മുടെ സ്വപ്നം നമ്മളെല്ലാം നടത്തിയെടുക്കേണ്ടത്. നീതു ചിരിയോടെയാണ് അവനെ നോക്കുന്നത്. സത്യത്തിൽ ആ ചിരി കാണുമ്പോൾ രാജീവിന് അവളോടൊന്നും എതിർത്ത് പറയാനാവുന്നില്ല. അത്രമാത്രം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും പോലെ. അല്ലെങ്കിലും താമസിക്കാൻ സേഫ് ആയിട്ട് ഒരു ഇടം എന്നുള്ളതാണ് വീടിനെ കുറിച്ചുള്ള എൻ്റെ കൺസെപ്ഷൻ. അതിൽ കുറെ ആഡംബരം കാണിക്കുന്ന വിഡിത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേസമയം അത്യാവശ്യം വേണ്ട സൗകര്യത്തോടെ വീട് നിർമ്മിച്ചിട്ട് ബാക്കി കാശ് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ആരോടും ചോദിക്കേണ്ടി വരില്ലല്ലോ. രാജീവ് സ്വയം അറിയാതെ തന്നെ തലയാട്ടി കാണിച്ചു. അതിനുത്തരമായിട്ട് അവനെന്തോ പറയാൻ വന്ന് നീതുവിന്റെ ഫോൺ ഉറക്കെ ബെല്ലടിച്ചുകൊണ്ടാണ് തടഞ്ഞത്. അച്ഛൻ വിളിക്കുന്ന രാജീവ്, നമുക്കിനി താഴേക്ക് പോയാലോ? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൾ ഇറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴും താൻ പറയാൻ കരുതിയൊന്നും തന്നെ അവളോട് പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു രാജീവ് ഓർത്തതും. നീതുവിനെ കാത്തിരിക്കായിരുന്ന രാജശേഖർ അവളെ കണ്ടത് എഴുന്നേറ്റു. വാ മോളെ, ഭക്ഷണം കഴിക്കാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടയാൾ ജയശ്രീ ഇന്ദുവും ചാരും കൂടി ഭക്ഷണം എടുത്തു വെച്ച ടേബിളിനരിയിലേക്ക് നടന്നു. ജയശ്രീ രാധാകൃഷ്ണനും അതിനു മുന്നേ കഴിക്കാൻ ക്ഷണിച്ചിട്ടും മോള് വന്നിട്ട് മതിയെന്ന് പറഞ്ഞിരുന്നതാണ്. രാജീവ് ഇറങ്ങി വരുന്നതിന് മുന്നേ അവർ കഴിച്ചു തുടങ്ങിയിരുന്നു. ജയശ്രീ രാജീവ് ഇടവും വലവും നിന്നിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ കഴിക്കാറില്ല കേട്ടോ, അതാ ഒന്ന് വിചാരിക്കരുത് ആന്റി. നീതു ചിരിയോടെ ജയശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് മുമ്പിൽ ജയശ്രീയുടെ മുഖം വിളറി വെളുത്തു. വീട്ടിലുണ്ടാക്കിയാൽ ഇവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയിട്ടാണ് രാജീവിനെ കൊണ്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്യിപ്പിച്ച്. അതിപ്പോൾ ഇങ്ങനെയുമായി. ചാരുവിനോട് ഇന്ദുവിനോട് നീതു വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ദു പക്ഷെ നന്നായി തന്നെയാണ് നീതുവിനോട് പെരുമാറിയത്. ഓവർ സെന്റിമെന്റൽ സ്വഭാവമല്ല നീതുവിനെന്ന് രാജീവിന് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നിശ്ചയത്തിനൊരു ദിവസം വെക്കണോ? ഇന്നലെ നമുക്കങ്ങ് ഉറപ്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് സോഫയിൽ ഇരുന്നുകൊണ്ട് രാജശേഖരൻ രാധാകൃഷ്ണനെ നോക്കി. രാധാകൃഷ്ണന്റെ കണ്ണുകൾ ജയശ്രീക്ക് നേരെ നീണ്ടു. ഒരു ശരാശരി പ്രവാസിയുടെ അവസ്ഥ. പലപ്പോഴും പല തീരുമാനങ്ങളും അയാളുടെ അഭാവത്തിൽ അയാളുടെ ഭാര്യയായിരിക്കും കുടുംബത്തിൽ എടുത്തിട്ടുണ്ടാവുക. ഒരു കീഴ്വഴക്കം പോലെ ക്രമേണ അയാൾ അങ്ങനെ ഒരു കടമയിൽ നിന്ന് പിന്തള്ളപ്പെടുകയോ അയാളുടെ തീരുമാനങ്ങളെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ആളില്ലാതായി പോവുകയോ ചെയ്യപ്പെടാറാണ് പതിവ്. രാധാകൃഷ്ണനും തീരുമാനം പറയുന്ന അർത്ഥത്തിൽ ഭാര്യയെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.